എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇന്ന് ലിസ്റ്റ് വന്ന ശേഷം, ലിസ്റ്റ് വരും മുമ്പ് തന്നെ കെ സുധാകരൻ, അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, അദ്ദേഹം പറഞ്ഞു വിജയ സാധ്യത എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. അവസാനം ഈ ഗ്രൂപ്പിന്റെ ക്ലച്ചിനുള്ളിലാണ് നേതാക്കളൊക്കെ. ക്ലച്ച് എന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. 2, VM സുധീരൻ ഈ പട്ടിക പുറത്തു വന്ന ശേഷം അദ്ദേഹം പറയുന്നു ഗ്രൂപ്പ് താല്പര്യം, വ്യക്തി താല്പര്യം, അനർഹർ കടന്നുകൂടിയെന്ന്. ശ്രീ അയ്യപ്പദാസ്, ശ്രീ റഹീമിന് കൊടുത്തതിന്റെ ആനുപാതികമായ സമയം എനിക്കും നൽകും. അല്ല, അങ്ങനെയല്ല. ഇനി വേഗത്തിൽ പോകണം ശ്രീ രാഹുൽ. ഞാൻ താങ്കൾക്ക് 12 മിനിറ്റ് തുടക്കത്തിൽ തന്നിരുന്നു. അദ്ദേഹം വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് മറുപടി പറയണമല്ലോ. ഒന്ന്, എനിക്ക് റഹീമിനോട് എനിക്കേറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്, താങ്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലല്ല കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരടെടുത്ത് കളയാനായിട്ട്. നിങ്ങൾ പറഞ്ഞു 1-2 വിഷയങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പട്ടികയുടെ മെറിറ്റിനെ പറ്റി പറയുമ്പോൾ താങ്കളുടെ പട്ടികയിൽ 2 പേരെ പറ്റി മാത്രം ഞാൻ പറയാം. ഒന്ന്, DYFI മുൻ സംസ്ഥാന ട്രഷററായിരുന്ന ശ്രീ VV രമേശൻ. അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചു. ഏതെങ്കിലും ഇന്ത്യയിലെ സ്വകാര്യ ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റാന്വേഷണ ഏജൻസിയോ അല്ല, CPM-ന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ വ്യക്തിയാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. കുന്നത്തുനാട്. അയ്യപ്പദാസ്, ഒരു പ്രശ്നം. അയ്യപ്പദാസ്, ഒരു സെക്കൻഡ് പ്ലീസ്. അയ്യപ്പദാസ്, റഹീം, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അല്ല, പ്ലീസ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണോ? എങ്കിൽ അതാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. അതാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. നാട്ടിൽ മത്സരിക്കുന്ന ശ്രീനിജൻ 17 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല. പത്രക്കട്ടിങ് വേണോ? ദേശാഭിമാനി തരാം. മനോരമയല്ല തരുന്നത്, ദേശാഭിമാനി തരാം. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. പറഞ്ഞതാരാന്നറിയാമോ? TV രാജേഷ്. അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റില്ല. TV രാജേഷിന് സീറ്റില്ല. അന്ന് TV രാജേഷ് ആരോപണം ഉന്നയിച്ച PV ശ്രീനിജൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. പിന്നെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, ശരിയാ, കോൺഗ്രസ് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെ നിർത്തി. നേമത്ത് K മുരളീധരനെ BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് BJPയും ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എവിടേക്കാണെന്ന് അറിയാമോ? ഒന്ന് മാവേലിക്കരയിൽ അവരുടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് പഴയ DYFI ചാരുമൂട്ടിലെ നേതാവ്, പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K സഞ്ജു, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 1. ചേർത്തലയിലെ BJPയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി PV ജ്യോതിഷ്, പഴയ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 2. ഇനി എന്റെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയില് BJPയുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്പർ 3 ബിജു മാത്യുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളന്നൂർ ഡിവിഷനിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ. ഈ റഹീം പറഞ്ഞല്ലോ, അതായത് BJP നേതാക്കന്മാർ K സുധാകരന്റെ വീടിന്റെ വടിക്കൽ വന്നു, ചർച്ച നടത്തി. അങ്ങനെ ചർച്ച നടത്തുവാൻ വേണ്ടി നിന്നുകൊടുത്തു K സുധാകരൻ എന്ന് പറഞ്ഞെങ്കിൽ, അങ്ങനെ നിന്നുകൊടുത്ത ഒരാളുണ്ട്. ആരാന്നറിയാമോ? തോട്ടത്തിൽ രവീന്ദ്രൻ, നിങ്ങളുടെ കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥിയാ. ഇതിനെ ഞങ്ങൾ മത്സരിപ്പിക്കുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാ. ആ തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ എന്നെ വന്ന് സമീപിച്ചിരുന്നു. BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാ പറയുന്നത്. പിന്നെ ഞങ്ങളെ പറ്റി, പാർട്ടി അച്ചടക്കത്തെ പറ്റി പറയുന്നു. റഹീമെ, നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നയാളാരാണ്? ഞാൻ അതും കൂടെ പറഞ്ഞ പൂർത്തീകരിച്ചോട്ടെ. നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നയാളാരാണ്? പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിട്ടില്ലേ? അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലേ? അങ്ങനെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ആളാണ് നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്നത്. അങ്ങനെയുള്ള താങ്കൾ ഇരുന്നിട്ടാണ് ഞങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകത, അച്ചടക്കം ലംഘിച്ചു കഴിഞ്ഞാലും ആരും ഇന്നോവയുമായിട്ട് പുറകിലൊന്നും വരില്ല. റഹീം പറഞ്ഞു, അതായത് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്താൽ ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ മുന്നണിയായിട്ട് എടുക്കുന്നതെന്ന്. 1-2 ലക്ഷം കിട്ടിയാൽ ഓളെയും മക്കളെയും വിൽക്കൂലേ? P മോഹന ഓർത്തോളൂ, ലതിക പെണ്ണെ ഓർത്തോളൂ, കുറ്റ്യാടിയിലെ മുദ്രാവാക്യവാ. ആ മുദ്രാവാക്യത്തിന്റെ കോംപ്രമൈസ് ആയിട്ട് ഞാൻ പത്രത്തിലും ചാനലിലും ഒക്കെ വായിച്ചത് റഹീം അവിടെ സ്ഥാനാർത്ഥിയാകുന്ന
സന്തോഷമേ ഉള്ളൂ റഹീം സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ ഒരു മുന്നണിയിൽ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തപ്പോൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ റോഡിലിറങ്ങിയിട്ട് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയായ മോഹനെയും ലതികയും ഓളയും മക്കളെയും വിൽക്കില്ലേ എന്ന് ചോദിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഗതികേട് കേരളത്തിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ കഴിയും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.